എറണാകുളം പോണേക്കരയിൽ കുടിവെള്ളക്ഷാമത്തിൽ പ്രതിഷേധവുമായി സ്ത്രീകൾ രംഗത്ത്. കൊച്ചി കോർപ്പറേഷൻ ഇടപ്പള്ളി ഡിവിഷനിലെ മഞ്ചേരി റോഡിലെ സ്ത്രീകളാണ് പ്രതിഷേധവുമായി എത്തിയത്. കുടിവെള്ള കണക്ഷൻ നവീകരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് കൗൺസിലർ ദീപ വർമ്മ വ്യക്തമാക്കി. കാലപ്പഴക്കമുള്ള കുടിവെള്ള പൈപ്പുകൾ മൂലം കൃത്യമായി വെള്ളം ലഭിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ ആവശ്യമായ ജലമില്ല എന്ന് കാണിച്ച് പലതവണ കോർപ്പറേഷന് പരാതി നൽകി. നടപടിയില്ല. ആവശ്യങ്ങൾ പരിഗണിക്കാതെ വന്നപ്പോഴാണ് സ്ത്രീകളുടെ പ്രതിഷേധം. നമുക്ക് റെസ്റ്റ് ഇല്ല, പോലും പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ രാത്രി ഒന്ന് കിടക്കാൻ 2 മണിക്ക് 3 മണിക്കൊക്കെ എണീറ്റ് നമ്മൾ അപ്പുറത്തെ വഴിയിൽ ആ മണിമല റോഡിൽ പോയാൽ വെള്ളം എടുക്കണം. നമ്മുടെ ആണുങ്ങളൊക്കെ ജോലിയും കഴിഞ്ഞിട്ട് വന്ന് ഒത്തിരി വിഷമിക്കണം. നല്ല വെള്ളത്തിൽ നമുക്ക് നല്ല വെള്ളം തന്നെ വേണം. പിന്നെ ഒട്ടുമില്ല വെള്ളം, ഞങ്ങൾക്ക് ഒരു കാരണവശാലും വെള്ളമല്ല. ഞങ്ങൾ അവിടെ പോയി എടുക്കണം. 2 കുപ്പിന്ന് 3 കുപ്പി നിറച്ചിട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. കുറേ ദൂരെ പോയിട്ടാണ് വന്നത്. 42 വർഷമായുള്ള GA പൈപ്പുകളിൽ നിന്നാണ് കുടിവെള്ള കണക്ഷൻ ഓരോ വീടുകളിലും എത്തുന്നത്. PVC പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട പല കുറി നിവേദനങ്ങൾ ദീപ വർമ്മ എന്ന കൗൺസിലറിന് സമർപ്പിച്ചിട്ടും ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപമാണ് ഉയർത്തുന്നത്. എത്രയും വേഗം നടപടിയില്ലെങ്കിൽ ഈ പ്രതിഷേധം അങ്ങനെ തന്നെ തുടരാനാണ് സ്ത്രീകളുടെ തീരുമാനം. പ്രതിഷേധത്തിന് പിന്നാലെ കൗൺസിലർ സ്ഥലത്ത്. കൗൺസിലറും നാട്ടുകാരും തമ്മിൽ വാക്കുതർക്കം. വിഷയം കൗൺസിലിൽ വെച്ചിട്ടുണ്ടെന്നും വാട്ടർ അതോറിറ്റിക്ക് കത്ത് സമർപ്പിച്ചെന്നും കൗൺസിലർ. പുതിയ കണക്ഷനുകൾ സ്ഥാപിക്കാനുള്ള നടപടി കോർപ്പറേഷൻ അടിയന്തരമായി സ്വീകരിക്കുമെന്നും ദീപ വർമ്മ. ഇവരുടെ മാനേജാത്ത് ലൈനിലേക്ക് ആദ്യത്തെ ഒരു 20 മീറ്റർ GI പൈപ്പാണ് കിടക്കുന്നത്. അത് കഴിഞ്ഞാണ് PVC പോയിരിക്കുന്നത്. ആ GI പൈപ്പ് മാറ്റാനുള്ള ലെറ്റർ ഞാൻ കോർപ്പറേഷനിൽ കൊടുത്ത ലെറ്ററാണ് ഇത്. പലതവണ വാട്ടർ അതോറിറ്റി അറിയിച്ചു. എയും ഓവർസിയറും എല്ലാവരും നിരന്തരം ഇവിടെ വന്ന് എല്ലാ വീടുകളും ചെക്ക് ചെയ്തതാണ്. കൊച്ചിയുടെ പല ഭാഗങ്ങളിൽ നേരിടുന്ന പ്രശ്നത്തിൽ ഇടപെടൽ ഉണ്ടാകുന്നതുവരെ പ്രതിഷേധിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിലുള്ള അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. വീടുകളിൽ വെള്ളം എത്തുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും സ്ത്രീകൾ വ്യക്തമാക്കി. ക്യാമറാമാൻ അനൂപ് നായർക്കൊപ്പം YS അഭിനന്ദ്, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഒരുപാട് കാലമായി അവർ ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട്, പക്ഷേ പരിഹാരമില്ല എന്നാണ് പറയുന്നത് പ്രതികരണങ്ങൾ. കൗൺസിലർ ദീപാവർമ്മയുമായിട്ട് സംസാരിച്ചു. പരാതി അപേക്ഷ മുഴുവൻ സമർപ്പിച്ചിരുന്നു. കൂടാതെ ഒരു 2 വർഷത്തോളമായി ഒട്ടും വെള്ളം കിട്ടാതെ ഞങ്ങൾ ഇവരെ സമീപിക്കാൻ തുടങ്ങിയിട്ട് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് കണക്ഷൻ സമ്മതം കിട്ടാത്തത് കൊണ്ട് അവർ തുറന്നത് വീണ്ടും അടയ്ക്കുകയാണ് ചെയ്തത്. പകലൊന്നും ഞങ്ങൾക്ക് ഒട്ടും തന്നെ വെള്ളമില്ല. രാത്രി ഏതോ സമയത്ത് ഇത്തിരി വരും. അതുകൊണ്ടാണ് ഞങ്ങൾ പെരുമാറുന്നത്. പിന്നെ വെള്ളത്തിന് വളരെ ഷോർട്ടേജ് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് വെള്ളം കിട്ടുന്നത് ഞങ്ങളത് സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് അടുക്കളയിലെ ആവശ്യത്തിന് ബാക്കിയെല്ലാം ബോർവെൽ വെള്ളമാണ് എടുക്കുന്നത്. അത് ഇനിയിപ്പോൾ ഈ സമയമാകുമ്പോൾ മഞ്ഞ കളറാകും. പിന്നെ ഇനി ഞങ്ങൾ എന്ത് ചെയ്യാൻ? എബ്രഹാം തോമസ് പറയുന്നുണ്ട്, കേരളത്തിൽ ജീവിക്കണമെങ്കിൽ എന്തിനും ഏതിനും പ്രതിഷേധിക്കേണ്ട അവസ്ഥയാണെന്ന്.